ഒരു സാധാരണ ചൊവ്വാഴ്ചയായിരുന്നു. രാവിലെ 7:30 അലാറം വെച്ച് എണീച്ചു, ബ്രഷ് ചെയ്തു, ഫോൺ സ്ക്രോൾ ചെയ്തു, എന്നിട്ട് കോഫി ഉണ്ടാക്കി. എൻ്റെ പൂച്ച ഓറിയോ പതിവ് പോലെ എൻ്റെ ഫേവറേറ്റ് ചെടിച്ചിട്ട് തട്ടിമറിച്ചിട്ടു. ഞാൻ അവനെ പതിവ് പോലെ വഴക്ക് പറഞ്ഞു. പക്ഷേ കോഫി കുടിച്ച് പകുതിയാകുമ്പോഴേക്കും എനിക്കൊരു വല്ലാത്തൊരു ഫീലിംഗ് വരാൻ തുടങ്ങി. ദേജാവു. അപ്പോഴേക്കും ജെന്ന, എൻ്റെ കൊളീഗ്, ഓഫീസ് ഗ്രൂപ്പ് ചാറ്റിൽ മെസ്സേജ് അയച്ചിരുന്നു. പ്രിൻ്റർ വീണ്ടും ജാമായി. എനിക്കറിയാമായിരുന്നു അവൾ അതാണ് പറയാൻ പോകുന്നതെന്ന്. ഇത് ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്. ബട്ട് ഓക്കെ, ഇടയ്ക്കൊക്കെ എല്ലാവർക്കും ദേജാവു സംഭവിക്കുമല്ലോ. അന്ന് 11 മണിയുടെ മീറ്റിങ്ങിന് എൻ്റെ മാനേജർ പ്രൊജക്ടറിൻ്റെ കേബിൾ തട്ടി മറിഞ്ഞു വീണു. കാർപ്പറ്റിൽ മുഴുവൻ കോഫി മറിഞ്ഞു. അതും എനിക്കറിയാമായിരുന്നു എന്ന് തോന്നി. ലഞ്ച് ടൈമിൽ എൻ്റെ ഓഫീസ് ഫ്രണ്ട് സംസാരിച്ച കാര്യങ്ങളൊക്കെ എനിക്ക് മുൻകൂട്ടി അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇതൊക്കെ പരിചയമുള്ളതുപോലെയല്ല, എല്ലാം ഒരു സിനിമ റീപ്ലേ ചെയ്യുന്നത് പോലെ. ആ വൈകുന്നേരം എൻ്റെ പേന ഡെസ്കിന് താഴെ വീണപ്പോൾ അതെടുക്കാൻ ഞാനൊന്ന് കുനിഞ്ഞു. അപ്പോഴാണ് ഞാൻ ആ പേപ്പർ കണ്ടത്. ചുരുട്ടിയിട്ട ഒരു പേപ്പർ. അതൊരു കുറിപ്പായിരുന്നു, എൻ്റെ കൈയക്ഷരത്തിൽ. അതിലെഴുതിയിരുന്നത് ലൂപ്പ് 7. ബ്രൗൺ കോട്ട് ഇട്ടയാളെ വിശ്വസിക്കരുത്, അയാൾ യഥാർത്ഥത്തിലില്ല. ആൻഡ് സ്റ്റോപ്പ് ഇഗ്നോറിങ് ടൈം, അവിടെയാണ് നിനക്ക് എപ്പോഴും തെറ്റുപറ്റുന്നത്. ഞാൻ പേടിച്ചുപോയി. പേപ്പറിൻ്റെ പിന്നിൽ ഡേറ്റ് ഉണ്ടായിരുന്നു, ഇന്നത്തെ ഡേറ്റ്. പക്ഷേ ഇന്ന് ഞാനിങ്ങനെ ഒരു കുറിപ്പ് എഴുതിയിട്ടില്ല. ഞാൻ നേരത്തെ വീട്ടിലേക്ക് പോയി. എനിക്ക് വട്ട് പിടിക്കുകയാണെന്ന് തോന്നി. ഉറങ്ങാൻ കഴിഞ്ഞില്ല. പുലർച്ചെ 3 മണിക്ക് കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ടു. ഞാൻ ഒറ്റക്കാണ് താമസിക്കുന്നത്. 3 മണിക്കൊക്കെ ബെല്ലടിക്കുന്നത് ഞാൻ താമസിക്കുന്ന ഏരിയയിൽ നോർമൽ അല്ല. പീപ്പ് ഹോളിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ ബ്രൗൺ കോട്ട് ധരിച്ച ഒരാൾ. മുഖം വ്യക്തമല്ല, കണ്ണിൻ്റെ കുഴപ്പമല്ല, പക്ഷെ ഒരു പഴയ ഫോട്ടോയിലേക്ക് നോക്കുന്നത് പോലെ. എന്തും വരട്ടെ എന്ന് കരുതി ഞാൻ ഡോർ തുറന്നു. പിറ്റേ ദിവസം രാവിലെ ഞാൻ എണീച്ചു, പതിവ് പോലെ 7:30. എല്ലാം ഒരു പേടി സ്വപ്നമായിരുന്നോ? ആണെന്ന് തന്നെ ഞാൻ കരുതി, സന്തോഷിച്ചു. എൻ്റെ പൂച്ച ആ ചെടിച്ചിട്ട് തട്ടിയിടുന്നത് വരെ. അപ്പോഴേക്കും ജെന്നയുടെ മെസ്സേജ് വന്നിരുന്നു. പ്രിൻ്റർ വീണ്ടും ജാമായി. ഇന്ന് വീണ്ടും ഒരു ചൊവ്വാഴ്ചയാണ്.